2/6/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2000 മധുബൻ. ബ്രഹ്മ ബാബയ്ക്ക് സമാനം ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവനത്തിൻ്റെയും വൈബ്രേഷൻ വിശ്വത്തിൽ വ്യാപിപ്പിക്കൂ. ഇന്ന് സമർത്ഥനായ ബാബ്ദാദ തൻ്റെ സമർത്ഥരായ കുട്ടികളെ നോക്കുകയാണ്. ഇന്നത്തെ ദിവസം സ്മൃതി ദിവസവും സമർത്ഥ ദിവസവുമാണ്. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് സർവശക്തികളും വിൽ ആയി നൽകുന്നതിൻ്റെ ദിവസമാണ്. ലോകത്തിൽ അനേകം പ്രകാരത്തിലുള്ള വിൽ ഉണ്ട്. എന്നാൽ ബ്രഹ്മ ബാബയിൽ നിന്നും പ്രാപ്തമായ സർവശക്തികളും കുട്ടികൾക്ക് വിൽ ചെയ്തു, അതായത് സമർപ്പിച്ചു. ഇങ്ങനെയുള്ള അലൗകിക വിൽ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ബാബ ബ്രഹ്മബാബയെ സാകാരത്തിൽ നിമിത്തമാക്കി ബ്രഹ്മബാബ കുട്ടികൾക്ക് നിമിത്തമായി ഭവിക്കട്ടെ എന്ന വരദാനം നൽകി വിൽ ചെയ്തു. ഈ വിൽ കുട്ടികൾക്ക് സഹജമായി പവേഴ്സിൻ്റെ അഥവാ ശക്തികളുടെ അനുഭൂതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നാണ് തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ പവേഴ്സ്. ഇതാണ് പരമാത്മാവിൻ്റെ വില്ലിലൂടെ പവേഴ്സിൻ്റെ പ്രാപ്തി. ഇത് പ്രഭുവിൻ്റെ ദാനമാണ്, പ്രഭുവിൻ്റെ വരദാനമാണ്. ഈ പ്രഭുവിൻ്റെ വരദാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വരദാനത്തിൽ പുരുഷാർത്ഥത്തിൻ്റെ പ്രയത്നമില്ല, എന്നാൽ സഹജമായും സ്വതവേയും നിമിത്തമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മുന്നിൽ കുറച്ചുപേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബാബ്ദാദയിലൂടെ, വിശേഷിച്ച് ബ്രഹ്മ ബാബയിലൂടെ വിശേഷ കുട്ടികൾക്ക് ഈ വിൽ പ്രാപ്തമായി. ബാബ്ദാദ ഇത് കാണുകയും ചെയ്തു. ഏത് കുട്ടികൾക്കാണോ ബാബ വിൽ ചെയ്തത്, ആ എല്ലാ കുട്ടികളും, അതായത് ആദിരത്നങ്ങളും സേവനത്തിന് നിമിത്തമായ കുട്ടികളും ആ പ്രാപ്തമായ വിൽ നല്ല രീതിയിൽ കാര്യത്തിൽ ഉപയോഗിച്ചു. ആ വിൽ കാരണം ഇന്ന് ഈ ബ്രാഹ്മണ പരിവാരം ദിനം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളുടെ വിശേഷത കാരണം ഈ അഭിവൃദ്ധി ഉണ്ടാകണമായിരുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബാബ്ദാദ കണ്ടു, നിമിത്തമായവരും കൂട്ട് നൽകുന്നവരും. 2 പ്രകാരത്തിലുള്ള കുട്ടികൾക്ക് വളരെ നല്ല 2 വിശേഷതകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ വിശേഷതയാണ് സ്ഥാപനയുടെ സമയത്തെ ആദ്യ രത്നമായിക്കൊള്ളട്ടെ, സേവനത്തിലെ രത്നങ്ങളായിക്കൊള്ളട്ടെ, 2 പേരിലും സംഘടനയുടെ യൂണിറ്റി വളരെ വളരെ നല്ലതായിരുന്നു. ആരിൽ പോലും എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ എന്ന സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിശേഷതയാണ് ഒരാൾ പറഞ്ഞു, മറ്റേയാൾ അംഗീകരിച്ചു. ഈ എക്സ്ട്രാ പവേഴ്സിൻ്റെ വില്ലിൻ്റെ വായുമണ്ഡലത്തിൽ ഈ വിശേഷത ഉണ്ടായിരുന്നു. അതിനാൽ സർവനിമിത്തമായ ആത്മാക്കൾക്കും ബാബ എന്നത് മാത്രമാണ് കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ബാബ്ദാദ ഇങ്ങനെയുള്ള സമയത്ത് നിമിത്തമായ ആത്മാക്കൾക്ക് ഹൃദയപൂർവ്വം സ്നേഹം നൽകുകയാണ്. ബാബയുടെ അതിശയം തീർച്ചയായും ഉണ്ട്, എന്നാൽ കുട്ടികളുടെ അതിശയവും കുറവല്ല. ആ സമയത്തെ സംഘടന, യൂണിറ്റി, നമ്മളെല്ലാം ഒന്നാണ് എന്നത് ഇന്നും സേവനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നിമിത്ത ആത്മാക്കളുടെ ഫൗണ്ടേഷൻ ഉറച്ചതായിരുന്നു. അപ്പോൾ ബാബ്ദാദയും ഇന്നത്തെ ദിവസം കുട്ടികളുടെ അതിശയത്തെക്കുറിച്ച് പാടുകയായിരുന്നു. കുട്ടികൾ 4 ഭാഗത്തു നിന്നും സ്നേഹത്തിൻ്റെ മാലകൾ അണിയിച്ചു. ബാബ കുട്ടികളുടെ അതിശയത്തിൻ്റെ ഗുണങ്ങൾ പാടി. ഇത്രയും സമയം തുടരണം എന്ന് ചിന്തിച്ചിരുന്നോ? എത്ര സമയമായി? എല്ലാവരുടെയും വായിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്നത് ഇപ്പോൾ പോകണം എന്നാണ്. എന്നാൽ ബാബ്ദാദയ്ക്ക് അറിയാമായിരുന്നു, ഇപ്പോൾ അവ്യക്ത രൂപത്തിൻ്റെ സേവനം നടക്കേണ്ടതുണ്ട്. സാകാരത്തിൽ ഇത്രയും വലിയ ഹാൾ ഉണ്ടാക്കിയിരുന്നോ? ബാബയുടെ ഓമനകളായ ഡബിൾ വിദേശികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശേഷിച്ച ഡബിൾ വിദേശികളുടെ അവ്യക്ത പാലനയിലൂടെ അലൗകിക ജന്മം ഉണ്ടാകണമായിരുന്നു. ഇത്രയും കുട്ടികൾക്കേവർക്കും വരിക തന്നെ വേണമായിരുന്നു. അതിനാൽ ബ്രഹ്മ ബാബയ്ക്ക് തൻ്റെ സാകാര ശരീരവും ഉപേക്ഷിക്കേണ്ടി വന്നു. ഡബിൾ വിദേശികൾക്ക് നമ്മൾ അവ്യക്ത പാലനയ്ക്ക്
പാത്രമാണ് എന്ന ലഹരിയുണ്ടല്ലോ. ബ്രഹ്മബാബയുടെ ത്യാഗം ഡ്രാമയിൽ വിശേഷിച്ച് അടങ്ങിയിട്ടുണ്ട്. ആദ്യം മുതൽ ബ്രഹ്മബാബയുടെ ത്യാഗവും കുട്ടികളായ നിങ്ങളുടെ ഭാഗ്യവും അടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മബാബ ഏറ്റവും നമ്പർ 1 ത്യാഗത്തിൻ്റെ എക്സാമ്പിളായി. എല്ലാം പ്രാപ്തമായിരിക്കുമ്പോഴും ത്യാഗം ചെയ്യുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. സമയമനുസരിച്ചും സമസ്യകൾ അനുസരിച്ചുമുള്ള ത്യാഗം ശ്രേഷ്ഠ ത്യാഗമല്ല. തുടക്കം മുതലേ നോക്കൂ. ശരീരം, മനസ്സ്, ധനം, സംബന്ധം, സർവപ്രാപ്തികളും ഉണ്ടായിട്ടും ത്യാഗം ചെയ്തു. ശരീരത്തിൻ്റെയും ത്യാഗം ചെയ്തു. എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുമ്പോഴും സ്വയം പഴയതിൽ തന്നെ ഇരുന്നു. സാധനങ്ങൾ വന്നു തുടങ്ങുകയായിരുന്നു. അവ ഉണ്ടായിരിക്കുമ്പോഴും സാധനയിൽ ഇളകാത്തതായിരുന്നു. ബ്രഹ്മാവിൻ്റെ ഈ തപസ്യ കുട്ടികളായ നിങ്ങൾ ഏവരുടെയും ഭാഗ്യമുണ്ടാക്കി. ഡ്രാമയനുസരിച്ച് ഇങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ എക്സാമ്പിൾ രൂപത്തിൽ ബ്രഹ്മാവ് തന്നെയാണ് ആയത്. ഈ ത്യാഗം സങ്കല്പശക്തി കൊണ്ടുള്ള സേവനത്തിൻ്റെ വിശേഷ പാർട്ടുണ്ടാക്കി. അതിലൂടെ പുതിയ പുതിയ കുട്ടികൾ സങ്കല്പശക്തിയിലൂടെ ഫാസ്റ്റായി അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ത്യാഗത്തിൻ്റെ കഥ കേട്ടുവോ? ബ്രഹ്മാവിൻ്റെ തപസ്യയുടെ ഫലം കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തപസ്യയുടെ പ്രഭാവം ഈ മധുബൻ ഭൂമിയിൽ അലിഞ്ഞിരിക്കുകയാണ്. ഒപ്പം കുട്ടികളുമുണ്ട്. കുട്ടികളുടെയും തപസ്യയുണ്ട്. എന്നാൽ നിമിത്തം എന്ന് ബ്രഹ്മബാബയെ പറയും. മധുബൻ തപസ്വി ഭൂമിയിൽ ആരെല്ലാം വരുന്നുവോ അപ്പോൾ ബ്രാഹ്മണരായ കുട്ടികളും ഇതനുഭവിക്കുന്നു. ഇവിടുത്തെ വായുമണ്ഡലം, ഇവിടുത്തെ വൈബ്രേഷൻ സഹജയോഗിയാക്കി മാറ്റുന്നു. യോഗം ചെയ്യുന്നതിന് പ്രയത്നമില്ല, സഹജമായി ഉണ്ടാകുന്നു. എങ്ങനെയുള്ള ആത്മാക്കൾ വന്നാലും അവർ എന്തെങ്കിലുമൊക്കെ അനുഭവം നേടിത്തന്നെ പോകുന്നു. ജ്ഞാനത്തെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പോലും അലൗകിക സ്നേഹവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ സങ്കല്പം ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതാണ് ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണരായ കുട്ടികളുടെയും തപസ്യയുടെ പ്രഭാവം. അതിനോടൊപ്പം തന്നെ സേവനത്തിൻ്റെ വിധി, ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സേവനം കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കലിൽ ചെയ്യിച്ചു കാണിച്ചു. ആ വിധികളെ ഇപ്പോൾ വിസ്താരത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ബ്രഹ്മബാബയുടെ ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവനത്തിൻ്റെയും ഫലം കുട്ടികളായ നിങ്ങൾക്കേവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഓരോ കുട്ടിയും തൻ്റെ ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവനത്തിൻ്റെയും വൈബ്രേഷൻ വിശ്വത്തിൽ വ്യാപിപ്പിക്കണം. ഏതുപോലെ സയൻസിൻ്റെ ബലം അതിൻ്റെ പ്രഭാവം പ്രത്യക്ഷ രൂപത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സയൻസിൻ്റെയും രചയിതാവ് സൈലൻസിൻ്റെ ബലമാണ്. സൈലൻസിൻ്റെ ബലത്തെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണിക്കാനുള്ള സമയമാണ്. സൈലൻസിൻ്റെ ബലത്തിൻ്റെ വൈബ്രേഷൻ തീവ്രഗതിയിൽ വ്യാപിപ്പിക്കാനുള്ള ഉപാധിയാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത. ഈ ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കണം. ഏകാഗ്രതയുടെ ശക്തികളിലൂടെ തന്നെയാണ് വായുമണ്ഡലം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചഞ്ചലത കാരണം പവർഫുൾ വൈബ്രേഷൻ നിർമ്മിക്കപ്പെടുന്നില്ല. ബാബ്ദാദ ഇന്ന് ഇത് കാണുകയായിരുന്നു. ഏകാഗ്രതയുടെ ശക്തി ഇപ്പോൾ കൂടുതൽ ആവശ്യമാണ്. എല്ലാ കുട്ടികളുടെയും ഒരേ ഒരു ദൃഢസങ്കല്പം ഉണ്ടാകണം. ഇപ്പോൾ തൻ്റെ സഹോദരി സഹോദരന്മാരുടെ ദുഃഖത്തിൻ്റെ സംഭവങ്ങൾ പരിവർത്തനപ്പെടട്ടെ. ഹൃദയത്തിൽ നിന്നും ദയ എമർജ് ആകണം. സയൻസിൻ്റെ ശക്തിക്ക് ചഞ്ചലത സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും ബ്രാഹ്മണർ ഏവരുടെയും സൈലൻസിൻ്റെ ശക്തിക്ക് ദയാഹൃദയ ഭാവനയിലൂടെ അഥവാ സങ്കല്പത്തിലൂടെ ചഞ്ചലതയെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? ചെയ്യുക തന്നെ വേണം, സംഭവിക്കുക തന്നെ വേണം എന്നിരിക്കെ ഈ കാര്യത്തിന്മേൽ വിശേഷ അറ്റൻഷൻ നൽകൂ. താങ്കൾ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കുട്ടികളാണ്. എല്ലാവരും താങ്കളുടെ തന്നെ വംശാവലിയാണ്, ശാഖകളാണ്, പരിവാരമാണ്.
താങ്കൾ തന്നെയാണ് ഭക്തരുടെ ഇഷ്ടദേവൻ. നമ്മൾ തന്നെയാണ് ഇഷ്ടദേവൻ എന്ന ലഹരിയുണ്ടോ? ഭക്തർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹേ ഇഷ്ടദേവ എന്ന് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ കേവലം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ബാബ്ദാദ പറയുന്നു, ഹേ ഭക്തരുടെ ഇഷ്ടദേവ, ഇപ്പോൾ വിളി കേൾക്കൂ, റെസ്പോണ്ട് നൽകൂ. കേവലം കേട്ടാൽ പോരാ. എന്ത് റെസ്പോൺസ് നൽകും? പരിവർത്തനത്തിൻ്റെ വായുമണ്ഡലം ഉണ്ടാക്കൂ. താങ്കളുടെ റെസ്പോൺസ് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അവരും അലക്ഷ്യരാകുന്നു, നിലവിളിക്കുന്നു, പിന്നെ നിശബ്ദമാകുന്നു. ബ്രഹ്മബാബയുടെ ഓരോ കാര്യത്തിലെ ഉത്സാഹം കണ്ടിട്ടുണ്ട്. താക്കോൽ വേണം എന്ന ഉത്സാഹം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴും ബ്രഹ്മബാബ ശിവബാബയോട് ഇത് പറയുന്നു. ഇപ്പോൾ വീട്ടിലേക്കുള്ള വാതിലിൻ്റെ താക്കോൽ നൽകൂ. എന്നാൽ കൂടെ പോകുന്നവരും തയ്യാറാകണം. ഒറ്റയ്ക്ക് എന്തു ചെയ്യുവാനാണ്? ഇപ്പോൾ കൂടെ പോകണമല്ലോ, അതോ പിന്നാലെ പോകണമോ? കൂടെ പോകണമല്ലോ. അപ്പോൾ ബ്രഹ്മബാബ പറയുന്നു, കുട്ടികളോട് ചോദിക്കൂ, അഥവാ ബാബ താക്കോൽ നൽകുകയാണെങ്കിൽ താങ്കൾ എവർ റെഡിയാണോ? എവർ റെഡിയാണോ അതോ റെഡിയാണോ? റെഡി പോരാ, എവർ റെഡിയാകണം. ത്യാഗം, തപസ്യ, സേവനം മൂന്നിൻ്റെയും പേപ്പർ പരീക്ഷ തയ്യാറായോ? ബ്രഹ്മബാബ പുഞ്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കണ്ണുനീർ വളരെയധികം പൊഴിക്കുന്നു. ബ്രഹ്മബാബ ആ കണ്ണുനീർ മുത്തിന് സമാനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സങ്കല്പം തീർച്ചയായും നടക്കുന്നു. എല്ലാവരും എപ്പോൾ എവർ റെഡിയാകും? ഡേറ്റ് നൽകട്ടെ. താങ്കൾ പറയും, നമ്മൾ എവർ റെഡിയാണ്. എന്നാൽ ആരാണോ താങ്കളുടെ സഹചാരികൾ, അവരെയും ആക്കൂ, അതോ അവരെ ഉപേക്ഷിച്ചു പോകുമോ? ബ്രഹ്മബാബയും പോയല്ലോ എന്ന് താങ്കൾ പറയും. പക്ഷേ ബ്രഹ്മബാബയ്ക്ക് ഈ രചന രചിക്കണമായിരുന്നു. ഫാസ്റ്റായുള്ള അഭിവൃദ്ധിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എവർ റെഡിയാണോ? ഒരാളെയല്ല, എല്ലാവരെയും കൂടെ കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. അതോ ഒറ്റയ്ക്ക് പോകുമോ? അപ്പോൾ എല്ലാവരും എവർ റെഡിയാണോ അതോ ആയി മാറുമോ? പറയൂ. ഏറ്റവും കുറഞ്ഞത് 9 ലക്ഷം പേർ കൂടെ പോകണം. ഇല്ലെങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും? തൻ്റെ മേൽ രാജ്യം ഭരിക്കുമോ? അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് എല്ലാ കുട്ടികളെയും പ്രതി ഈ ശുഭഭാവനയാണുള്ളത്. എവർ റെഡിയാകൂ, എവർ റെഡി ആക്കൂ. ഇന്ന് വചനത്തിലും എല്ലാ വിശേഷ ആദിരത്നങ്ങളും സേവനത്തിൻ്റെ ആദിരത്നങ്ങളും എമർജായി. അഡ്വാൻസ് പാർട്ടി പറയുന്നു, നമ്മൾ തയ്യാറാണ്. ഏത് കാര്യത്തിനു വേണ്ടി തയ്യാറാണ്? അവർ പറയുന്നു, ഈ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കണം. അപ്പോൾ നമ്മളേവരും പ്രത്യക്ഷമായി പുതിയ സൃഷ്ടിയുടെ രചനയ്ക്ക് നിമിത്തമാകും. പുതിയ സൃഷ്ടിയുടെ രചന നടത്തുന്നവർ വരട്ടെ എന്ന് നമ്മൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാര്യം മുഴുവനും താങ്കളുടെ മേലാണ്. പെരുമ്പറ മുഴക്കൂ. വന്നു കഴിഞ്ഞു എന്ന് പെരുമ്പറ മുഴക്കൂ. പെരുമ്പറ മുഴക്കുവാൻ അറിയാമോ? മുഴക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ബ്രഹ്മബാബ പറയുന്നു, ഡേറ്റ് കൊണ്ടുവരൂ. താങ്കളും പറയാറുണ്ടല്ലോ, ഡേറ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെയും ഡേറ്റ് ഉണ്ടാക്കൂ. ഡേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? ബാബു പറയുന്നു, താങ്കൾ ഉണ്ടാക്കൂ. ബാബു പറയുന്നു, ഇന്ന് തന്നെ ഉണ്ടാക്കൂ. കോൺഫറൻസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇതും ചെയ്യൂ. ഇതിൻ്റെയും കോൺഫറൻസ് നടത്തൂ. വിദേശികൾ എന്ത് മനസ്സിലാക്കുന്നു? ഡേറ്റ് ഫിക്സ് ആകുമോ? ഡേറ്റ് ഫിക്സ് ചെയ്യുമോ? ശരി. ദാദി ജാനകിയോട് അഭിപ്രായം ചോദിച്ച് ചെയ്യണം. ശരി. ദേശവിദേശത്തെ 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ അതിസമീപവും അതിപ്രിയപ്പെട്ടവരും വേറിട്ടവരുമായവർക്ക് ബാബ്ദാദ കാണുകയാണ്. എല്ലാ കുട്ടികളും സ്നേഹത്തിൽ മഗ്നമായി ലവ്ലീൻ സ്വരൂപത്തിൽ ഇരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കാഴ്ചയുടെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്.
ദൂരെയല്ല, എന്നാൽ നയനങ്ങളുടെ മുന്നിൽ പോലുമല്ല, അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുന്നിൽ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നവർക്ക്, അവ്യക്ത രൂപത്തിൽ ലവ്ലീനായിരിക്കുന്ന കുട്ടികൾക്ക്, സദാ ബാബയ്ക്ക് സമാനം ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവനത്തിൻ്റെയും തെളിവ് കാണിക്കുന്ന സൽപുത്രരായ കുട്ടികൾക്ക്, സദാ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ വിശ്വത്തിൻ്റെ പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരായ കുട്ടികൾക്ക്, സദാ ബാബയ്ക്ക് സമാനം തീവ്ര പുരുഷാർത്ഥത്തിലൂടെ പറക്കുന്ന ഡബിൾ ലൈറ്റായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെ വളരെ വളരെയധികം സ്നേഹസ്മരണകളും നമസ്തേ. രാജസ്ഥാനിലെ സേവാധാരികളോട് വളരെ നല്ല സേവനത്തിൻ്റെ ചാൻസ് രാജസ്ഥാനിൽ ലഭിച്ചു. രാജസ്ഥാന് രാജസ്ഥാനം എന്ന പേരുള്ളതുപോലെ രാജസ്ഥാനിൽ നിന്നും രാജാ ക്വാളിറ്റി ഉള്ളവരെ കണ്ടെത്തൂ. പ്രജകളെയല്ല, രാജകുലത്തിലെ രാജാക്കന്മാരെ കണ്ടെത്തൂ. അപ്പോൾ എങ്ങനെയാണോ രാജസ്ഥാൻ എന്ന പേരുള്ളത്, അതേപോലെ പേര് പോലെ സേവനത്തിന് ക്വാളിറ്റി വരും. ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുണ്ടോ, അതോ ഇപ്പോൾ മേഘങ്ങൾക്കുള്ളിലാണോ? അതേപോലെ ആരാണോ ബിസിനസ്മെൻ, അവരുടെ സേവനത്തിന് വിശേഷ അറ്റൻഷൻ നൽകൂ. ഈ മിനിസ്റ്ററും സെക്രട്ടറിയും മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ബിസിനസ്മാന് ബാബയുമായും ബിസിനസ് ചെയ്യുന്നതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ്മാൻ്റെ സേവനം ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബത്തിലെ മാതാക്കൾക്കും സഹജമായി വരാൻ സാധിക്കുന്നു. ഒറ്റയ്ക്ക് മാതാക്കൾക്ക് നടക്കാൻ സാധിക്കില്ല. എന്നാൽ അഥവാ വീട്ടിലെ സ്തംഭം വരികയാണെങ്കിൽ പരിവാരം സ്വയമേ പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരുന്നു. അതിനാൽ രാജസ്ഥാനിലെ രാജാവിൻ്റെ ക്വാളിറ്റി ഉള്ളവരെ കണ്ടെത്തണം. ഇങ്ങനെ ആരുമില്ല എന്ന് പറയരുത്. അല്പം അന്വേഷിക്കേണ്ടി വരും. എന്നാൽ ഉണ്ട്. ഒരല്പം അവർക്ക് പിന്നാലെ സമയം നൽകേണ്ടി വരും. ബിസിയായിരിക്കുകയാണല്ലോ. അവർ സമീപം വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും വിധി ഉണ്ടാക്കേണ്ടി വരും. ബാക്കി നല്ലതാണ്. സേവനത്തിൻ്റെ ചാൻസ് എടുത്തു. ഓരോ സോണും എടുക്കുന്നു. ഇത് വളരെ നന്നായി സമീപം വരുന്നതിൻ്റെയും ആശീർവാദങ്ങൾ നേടുന്നതിൻ്റെയും ഉപാധിയാണ്. നിങ്ങൾ ഏവരെയും എല്ലാവരും കണ്ടാലും കണ്ടില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എത്രത്തോളം നല്ല സേവനം ഉണ്ടാകുന്നോ അപ്പോൾ ആശീർവാദങ്ങൾ സ്വതവേ പുറപ്പെടുന്നു. ആ ആശീർവാദങ്ങൾ വളരെ വേഗം എത്തിച്ചേരുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങളാണല്ലോ, അപ്പോൾ ഹൃദയത്തിൽ വേഗം എത്തിച്ചേരുന്നു. ബാബ് ദാദ പറയുന്നു, ഏറ്റവും സഹജമായ പുരുഷാർത്ഥമാണ് ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ എടുക്കൂ. ആശീർവാദങ്ങളാൽ എപ്പോഴാണോ അക്കൗണ്ട് നിറയുന്നത്, അപ്പോൾ നിറഞ്ഞ അക്കൗണ്ടിൽ മായയും ഡിസ്റ്റർബ് ചെയ്യില്ല. ശേഖരണത്തിൻ്റെ ബലം ലഭിക്കുന്നു. തൃപ്തമായിരിക്കൂ. സർവരെയും തൃപ്തമാക്കുകയും ചെയ്യൂ. ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് തൃപ്തമാക്കൂ. ഇവരെ അതൃപ്തമാണ് എന്ന് പറയരുത്. താങ്കൾ സ്വയം രഹസ്യത്തെ അറിയൂ. അവരുടെ നാഡി അറിയൂ. പിന്നെ ആശീർവാദങ്ങളുടെ ഔഷധം നൽകൂ. അപ്പോൾ സഹജമായിക്കൊള്ളും. ശരിയാണല്ലോ രാജസ്ഥാനിലുള്ളവരെ? രാജസ്ഥാനിലെ ടീച്ചേഴ്സ് എഴുന്നേൽക്കൂ. സേവനത്തിൻ്റെ ആശംസകൾ. അപ്പോൾ സഹജ പുരുഷാർത്ഥം ചെയ്യൂ. ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കൂ. എടുക്കാനുള്ള സങ്കല്പം ചെയ്യരുത്. നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ലഭിച്ചുകൊള്ളും. നൽകുന്നത് തന്നെയാണ് നേടുന്നത്. ശരിയാണല്ലോ? ഇങ്ങനെയാണല്ലോ? ദാതാവിൻ്റെ കുട്ടികളാണല്ലോ. ആരെങ്കിലും നൽകിയാൽ നൽകാം എന്നത് പാടില്ല. ദാതാവായി നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ സ്വയമേ ലഭിക്കും. ശരി. ആര് ഈ കൽപ്പത്തിൽ ആദ്യ തവണ വന്നിരിക്കുന്നോ അവർ കൈ ഉയർത്തു. പകുതി മുമ്പേ ഉള്ളവർ വരുന്നു, പകുതി പുതിയവർ വരുന്നു. ശരി. പിന്നിലുള്ളവർ, വശങ്ങളിലിരിക്കുന്നവർ എല്ലാവരും സഹജയോഗിയാണോ? സഹജയോഗിയാണെങ്കിൽ ഒരു കൈ ഉയർത്തു. ശരി. വിടവാങ്ങുന്ന സമയത്ത് ബാബ്ദാദയെ യാത്രകളുടെ സമാചാരം കേൾപ്പിച്ചു.
4 ഭാഗത്തുമുള്ള യാത്രകളുടെ സമാചാരം സമയം പ്രതി സമയം ബാബ്ദാദയുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. ശരി, എല്ലാവരും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ സേവനത്തിൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തർക്ക് ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ഭക്തരുടെ ഭക്തി പൂർത്തിയായോ അവർക്ക് ബാബയുടെ പരിചയം ലഭിക്കും. പരിചയം ലഭിച്ചവരിൽ നിന്നും ആരായിരിക്കുമോ കുട്ടികളായി മാറുന്നവർ അതും കാണപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ സേവനം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം ഉപാധികൾ ഉണ്ടാക്കിയോ ആ ഉപാധികൾ നന്നായി എല്ലാവരെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിസൾട്ടിൽ ആരെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നോ അത് അറിയാൻ കഴിയും. എന്നാൽ ഭക്തർക്കും നിങ്ങൾ ഏവരുടെയും ദൃഷ്ടി ലഭിച്ചു, പരിചയം ലഭിച്ചു. ഇതും നല്ല ഉപാധിയാണ്. ഇനി മുന്നോട്ട് പോയി ഇവരുടെയും സേവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ആരെല്ലാം രഥയാത്രയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നോ, അക്ഷീണരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ അവർക്കെല്ലാവർക്കും സ്നേഹസ്മരണകൾ. ബാബ്ദാദ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. സഫലത ജന്മസിദ്ധ അധികാരമാണ്. ശരി, മൊറീഷ്യസിൽ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് നാഷണൽ യൂണിറ്റി അവാർഡ് പ്രൈം മിനിസ്റ്ററിലൂടെ ലഭിച്ചു. മൊറീഷ്യസിൽ അല്ലെങ്കിൽ തന്നെ VIPസിൻ്റെ കണക്ഷൻ നല്ലതായിരുന്നു, പ്രഭാവവും നല്ലതാണ്. അതിനാൽ ഗുപ്ത സേവനത്തിൻ്റെ ഫലം ലഭിച്ചു. അപ്പോൾ എല്ലാവർക്കും വിശേഷിച്ച ആശംസകൾ. ശരി, ഓം ശാന്തി. വരദാനം: ഓരോ ശ്വാസത്തിലും ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസിലൂടെ ബ്ലെസ്സിംഗ് പ്രാപ്തമാക്കുന്ന സദാ പ്രസന്നചിത്തരായി ഭവിക്കട്ടെ. ഇതുപോലെ ഓർമ്മയുടെ ലിങ്ക് സദാ യോജിച്ചിരിക്കാൻ അറ്റൻഷൻ വയ്ക്കുന്നു. അതേപോലെ സേവനത്തിലും സദാ ലിങ്ക് യോജിച്ചിരിക്കട്ടെ. ഓരോ ശ്വാസത്തിലും ഓർമ്മയും ഓരോ ശ്വാസത്തിലും സേവനവും ഉണ്ടാകണം. ഇതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ബാലൻസിലൂടെ സദാ ബ്ലെസ്സിങ്ങിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ആശീർവാദങ്ങളിലൂടെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ശബ്ദം ഹൃദയത്തിൽ നിന്നും പുറപ്പെടും. പ്രയത്നത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും മുക്തമാകും. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങളിൽ നിന്നും മുക്തമായി സദാ പ്രസന്നചിത്തരായിരിക്കും. പിന്നെ സഫലത ജന്മസിദ്ധ അധികാരത്തിൻ്റെ രൂപത്തിൽ അനുഭവപ്പെടും. സ്ലോഗൻ: ബാബയിൽ നിന്നും സമ്മാനം നേടണമെങ്കിൽ സ്വയം തന്നിൽ നിന്നും സഹചാരികളിൽ നിന്നും നിർവിഘ്നമായിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരിക്കണം. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ. സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി
ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.